Hi everyone, welcome to my channel. ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ്സസ് എഫക്റ്റീവ് ആക്കാം, ഹൗ ടു മാക്സിമം യൂട്ടിലൈസ് ഗൂഗിൾ മീറ്റ്, എങ്ങനെ എക്സ്പേർട്ട് ആവാം അതിൽ. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു പാൻഡമിക് കാരണം ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഗൂഗിൾ ക്ലാസ് റൂം ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. നേരിട്ട് സ്കൂളുകളിൽ പോലും പോകാൻ പറ്റാതെ എല്ലാ കുട്ടികളും പ്രശ്നത്തിലാണ്. LKG കുട്ടി മുതൽ ഏറ്റവും കോളേജ് ലെവലിൽ എനിക്ക് വരെ ഓൺലൈൻ ക്ലാസ്സസ് ആണ്, ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ്സസ്. അപ്പൊ എങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ്സസ് എഫക്റ്റീവ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് രീതിയിൽ സംഭവം ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. യു ക്യാൻ ലൈക്ക് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും സെയിം ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾ ദിസ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് മോസ്റ്റ് വിൽ ബി സോൾവ് അറ്റ് ദ എൻഡ്. ഓക്കെ, സോ ആദ്യം തന്നെ ഗൂഗിൾ മീറ്റില് വീഡിയോസ്, ഓഡിയോ ആൻഡ് ചാറ്റ്, ഈ 3 സംഭവങ്ങളും പറ്റും. അത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുകയും ചെയ്യാം. എല്ലാവരും ഒരേപോലെ ഇപ്പോൾ ഒരാൾ ക്ലാസ് എടുക്കാവും, ദ ടീച്ചർ ടേക്സ് ദ ക്ലാസ്. അപ്പൊ നമ്മളെ എല്ലാവരും അത് കേട്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ വീഡിയോ കണ്ട് ടീച്ചർ വീഡിയോ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഓഡിയോ ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും ഓഡിയോ മ്യൂട്ട് ചെയ്തിടുക ആദ്യം തന്നെ. കാരണം അത് മ്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പുറകിൽ നിന്നുള്ള നോയ്സുകൾ മാക്സിമം റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ യൂസ് ദ ചാറ്റ് ബോക്സ്, അതാണ് ഫസ്റ്റ് ടിപ്പ്. യൂസ് ദ ചാറ്റ് ബോക്സ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്വയറീസ് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് യൂസ് ദ ചാറ്റ് ബോക്സ്. അവിടെ നമുക്ക് നമ്മളെ ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ സാറ് നമ്മളെ അലൗ ചെയ്യും, അല്ലെങ്കിൽ ടീച്ചർ നമ്മളെ അലൗ ചെയ്യും. ഓക്കെ, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്, ഓർ നമുക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻസ് ആ ഒരാൾക്ക് മാത്രം പറ്റും. അങ്ങനെ ഒരു സംഭവം ഗൂഗിൾ മീറ്റിൽ പറ്റും. കാരണം നോയ്സ് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യണം, കാരണം ബാക്ക്ഗ്രൗണ്ട് കുറെ വരും. അപ്പോൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. അതും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് മേക്ക് എ ഗ്രേറ്റ് ഡിഫറൻസ്. നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടാവില്ല, ആൻഡ് ക്വസ്റ്റ്യൻസ് 1-to-1 ഒരു ക്വയറി അനാലിസിസ് പ്രകാരം അത് ക്ലിയർ ആയിട്ട് നടക്കുകയും ചെയ്യും, ജസ്റ്റ് ലൈക്ക് ക്ലാസ് റൂം ഇന്ററാക്ഷൻ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് ദ മീറ്റിംഗ്സ്. ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും മീറ്റിംഗ്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഗൂഗിൾ മീറ്റിലുണ്ട്. കാരണം വീണ്ടും വീണ്ടും നമുക്ക് ഒരു സംഭവം കാണാൻ പറ്റും. നമുക്ക് ഒരു സ്റ്റുഡന്റ് പ്രസന്റ് അല്ല, അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് റെക്കോർഡ് ദ മീറ്റിംഗ്സ്. ലൈക്ക് ലൈവായിട്ട് കാണുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ഐ നോ ഇറ്റ്സ് ഡസ് മേക്ക് എ ഡിഫറൻസ്, ബട്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ വി കനോട്ട് റെക്കോർഡ് ദ ക്ലാസ്സസ് ആക്ച്വലി, കാരണം ഫോൺസ് അലൗഡ് അല്ല സ്കൂൾസിലാണെങ്കിലും. പക്ഷെ ഇവിടെ റെക്കോർഡ് മീറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മീറ്റിംഗ്സ് എല്ലാം റെക്കോർഡ് ചെയ്യാം, ലൈക്ക് ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ചെയ്യാം. ദർ ഈസ് എ ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ വാച്ചിങ് എ ക്രിക്കറ്റ് മാച്ച് ഓൺ ദ സ്റ്റേഡിയം ആൻഡ് TV. പക്ഷെ നമുക്ക് TVയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഇടയ്ക്ക് വരുമ്പോൾ ഹൈലൈറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും കാണാം. And it's much effective. So second, record meetings. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ turn on captions. If you are like speaking in pure English, pronunciation ഒക്കെ okay ആണ് ചെയ്യാം, if you are confident in it, turning on captions is a very good option. Because if you can speak pure അല്ലെങ്കിൽ average English, it's best that you turn on the captions. Because നമ്മൾ സംസാരിക്കുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് they can see the captions, read the captions and follow us. So turning on the captions is a very good option if the language is pure English and the pronunciation is okay or good. അതിൽ തന്നെ കുറെ ഡൗട്ട്സ് വരാം, അല്ലെങ്കിൽ കുറെ മിസ്റ്റേക്സ് വരാം, ബിക്കോസ് ഇറ്റ്സ് ഓട്ടോ സബ് ടൈറ്റിൽ ടൈപ്പ്. അപ്പോൾ അതിൽ കുറെ മിസ്റ്റേക്സ് വരും. ബട്ട് up to some extent, turning on the captions is a pretty good option. Now, next one, the fourth tip, share the screen. അത് നമുക്ക് എത്രത്തോളം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസും നമ്മുടെ റിയൽ ക്ലാസ്സസും സിങ്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഇപ്പൊ ടീച്ചർ ഒരു സ്റ്റുഡന്റിന് ഒരു ഡൗട്ട് വന്നു, അപ്പോൾ they become the presenters and they can both share the screen and he or she can raise the question and they can ask the question. അപ്പൊ രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും, അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഷെയർ ചെയ്ത് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ലൈക്ക് ക്ലാസ് റൂം ഇന്ററാക്ഷനിൽ മാം ഐ ഹാവ് എ ഡൗട്ട് എന്ന് ചാറ്റ് ബോക്സിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അൺമ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് പ്രസന്റ് ചെയ്യുന്നു ദ പേഴ്സൺ
just presents, and it will be almost same as classroom, live classroom interaction. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റും ഗൂഗിളിൽ. കാരണം മെയിൻ ആൾ ആരാണോ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മാത്രം കേൾക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് എവ്രി വൺ നോസ് ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ ബി കിക്ക്, ലൈക്ക് ആരെ വേണമെങ്കിലും നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാൺ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അവർ മെസ്സേജ് അയക്കാതിരിക്കുക വിത്തൗട്ട് ഈവൻ നോയിങ് ഹൂ ഹി ഓർ ഷീ ഈസ്. ഒരു ട്രിക്കാണ്. ഓക്കെ, ടീച്ചേഴ്സിനെ അങ്ങനെ കിക്ക് ചെയ്യരുത്. Okay, and the next one is presenting the entire screen or window. അവിടെ present എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും. ആ present ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the teacher who presents, whether he or she can present the entire screen. ഇപ്പൊ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫയൽസ് എന്തെങ്കിലും കാണിച്ചു തരാനുണ്ടെങ്കിൽ he or she can present the entire screen. അപ്പൊ സ്ക്രീൻ മുഴുവൻ കാണും. അത് കഴിഞ്ഞിട്ട് അതിലൂടെ നമുക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്ത് കാണിച്ചു തരും. ഓർ ദേ ക്യാൻ ഈവൻ സെലക്ട് എ വിൻഡോ ഓപ്ഷൻ, ദേ ക്യാൻ പ്രസന്റ് എ വിൻഡോ. അപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും ഗൂഗിൾ മീറ്റിൽ. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഇതൊരു സ്മാർട്ട് ക്ലാസ് ലെവൽ ക്ലാസ് റൂം, ലൈവ് ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണോ സ്മാർട്ട് ക്ലാസ് യൂസ് ചെയ്യുന്നത് അതേ എഫക്റ്റ് ആയിരിക്കും നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ. കാരണം ഇതൊരു സ്മാർട്ട് ക്ലാസ് എഫക്റ്റ് കൊടുക്കാണ്. ഇഫ് ദേ ആർ പ്രസന്റിങ് എ വിൻഡോ ലൈക്ക് ഡോക്യുമെന്റ് അല്ലെങ്കിൽ പവർ പോയിന്റ് വെച്ചിട്ട് അവർ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഗൂഗിൾ മീറ്റ് അങ്ങനെ പല യൂസുകളും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് യു ക്യാൻ ചേഞ്ച് ദ ലേ ഔട്ട്. അത് മീറ്റിംഗ് അനുസരിച്ച്. ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ ശരിക്കും ക്ലാസ് ലേ ഔട്ട് എന്ന് പറയുന്നത് സൈഡാണ്. സൈഡ് ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഒരു സ്ക്രീനിൽ ടീച്ചർ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ കുറെ പേര് ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടും. വേറെ ലേഔട്ട്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ടൈൽഡ് ആണ്. അപ്പൊ ആ രണ്ടെണ്ണത്തിലേക്ക് നമ്മൾ അധികം പോകണ്ട. ബിക്കോസ് ഇതൊക്കെ മീറ്റിംഗ്സിന് വരുമ്പോൾ മോർ ദാൻ 3 or 4 പ്രസന്റേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ പക്ക വൺ യൂസർ ആണ്, വൺ പ്രസന്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് പ്രിഫർ ദ സൈഡ് ഓഫ് കീ. ആൻഡ് അങ്ങനെ ലേഔട്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ choose the best layout. The first layout is the best layout if you ask me for the opinion. Okay. ഇനി ഗൂഗിൾ മീറ്റിൽ ഒരുപാട് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് രാവിലെ തൊട്ടിട്ട്. ഫോർ മീ ദ ക്ലാസ്സസ് ഈസ് ഫ്രം 8:30 to 3 o'clock. സോ ഒരുപാട് നെറ്റ് യൂസ് ചെയ്യില്ലേ ഗൂഗിൾ മീറ്റ് എന്നൊരു ചോദ്യത്തിന് സിമ്പിൾ ആയിട്ട് ഒരു ഉത്തരം പറയാം. നമുക്ക് ഓഡിയോ ക്ലിയർ ആയിട്ട് കേട്ടാൽ മതി. വീഡിയോ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ബാക്കി എല്ലാവരെയും നമുക്ക് വീഡിയോ കട്ട് ചെയ്തിടാം അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിടാം. ഇപ്പൊ പ്രസന്ററിന് ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. സോ വി ക്യാൻ സെലക്ട് ദ റെസല്യൂഷൻ ടു 360p. അതിൽ തന്നെ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഫോൺസ് ആയിരിക്കും, റീഡബിൾ ആവും. അപ്പോൾ അങ്ങനെ റെസല്യൂഷൻ ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ലൈക്ക് ലാസ്റ്റ് ബെഞ്ചേഴ്സിന് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ബോർഡ് കാണാൻ പറ്റാത്ത ഒരു എഫക്റ്റിൽ നിന്ന് അതൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കാണാവുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ മീറ്റ്. സോ ദർ ഇസ് നോ ലൈക്ക് ഫസ്റ്റ് ബെഞ്ചർ ലാസ്റ്റ് ബെഞ്ചർ ടൈപ്പ്. അപ്പോൾ പിന്നെയുണ്ട് നമ്മൾ ടീച്ചേഴ്സിന്റെ മ്യൂട്ട് ചെയ്തിടുന്ന എ ഗാങ് ഓഫ് ഫെലോസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല ഗൂഗിൾ മീറ്റിൽ. സോ യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ റെസല്യൂഷൻ ഫോർ സേവിങ് ദ നെറ്റ്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മീറ്റ് അറ്റൻഡൻസ് ആപ്പ്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഇപ്പോ യു നോ ദാറ്റ് when the class starts എന്താണ് they would call out the names and take attendance. അങ്ങനെ പേര് വിളിച്ച് അറ്റൻഡൻസ് എടുക്കുന്നതിൽ നിന്ന് ഒരു ചേഞ്ച് ആയിട്ട് മീറ്റ് അറ്റൻഡൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ പോകുന്നുണ്ട് അത് എത്ര സമയത്തിലാണ് ഇന്ന ടൈമിൽ, അത് ഡിഫറെന്റ് സ്പ്രെഡ്ഷീറ്റ്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ക്ലാസ്സസിന് അറ്റ് എ സെയിം ടൈം നമുക്ക് ഡിഫറെന്റ് സ്പ്രെഡ്ഷീറ്റ്സ് അവൈലബിൾ ആവും. ആരൊക്കെ വരുന്നുണ്ട് ആരൊക്കെ പോകുന്നുണ്ട് എന്നുള്ള പക്ക റിപ്പോർട്ട് ആ മീറ്റ് അറ്റൻഡൻസ് ആപ്പിൽ രജിസ്റ്റേർഡ് ആവും. അത് ക്ലാസ് തീരുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് വരും. യു ജസ്റ്റ് ഹാവ് ടു ലിങ്ക് ഇറ്റ് ഇൻ ടു ഇറ്റ്. അപ്പൊ മീറ്റ് അറ്റൻഡൻസ് ആപ്പ് വളരെ യൂസ്ഫുൾ ആണ് ഇഫ് യു ആർ ടേക്കിംഗ് അറ്റൻഡൻസ് ആൻഡ് ഇഫ് ഇറ്റ് സീംസ് ഹെക്ടിക് ഫോർ യു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പ്രസന്റ് ആണോ എന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ നന്നായിരിക്കും. ബിക്കോസ് വി നോ ദാറ്റ് ചിലവരൊക്കെ പോയിട്ടുണ്ടാവും ജസ്റ്റ് ഓൺ ചെയ്തിട്ടിട്ട്. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ അടുത്താണ് ഈ ഒരു ഒപ്പീനിയൻ. സോ ഇഫ് യു ആർ എ ടീച്ചർ
ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ലീവ് ലാസ്റ്റ്. കാരണം നിങ്ങൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്തു, എല്ലാവരെയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ആ റൂമിൽ ജോയിൻ ചെയ്തതാണ്. അപ്പൊ നിങ്ങളായിരിക്കണം ആ ലാസ്റ്റ് പേഴ്സൺ ഹു ജസ്റ്റ് ലീവ്സ് ദ റൂം. കാരണം എല്ലാവരും പോയി എന്ന് ഉറപ്പ് വരുത്തി അതിൽ നിന്ന് പോകും. ബിക്കോസ് ദർ മേ ബി ഫെർദർ ചാറ്റ്സ് ആൻഡ് ദർ മേ ബി ഫെർദർ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. സോ ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ മീ ഫോർ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് ടീച്ചർ പോകുന്നതിന് പകരം ഇറ്റ് വുഡ് ബി വെരി ഗുഡ് ഇഫ് യു ആർ ദ ലാസ്റ്റ് പേഴ്സൺ to go out from the Google Meet room. അതായിരിക്കും the best way. Okay, I hope that you all enjoyed this, and if you have any queries, I'm not a tech genius, but if you have any doubts, you can just comment below and subscribe if you haven't subscribed. Thank you. Bye.